ശിവാനന്ദ് ആ മാതാപിതാക്കളുടെ ഏക മകൻ. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അവൻ അവർക്ക് വെറുമൊരു മകൻ മാത്രമായിരുന്നില്ല. അവരുടെ ലോകം തന്നെ ശിവാനന്ദായിരുന്നു. ശിവാനന്ദിന്റെ അമ്മയെന്ന വിളി കേൾക്കാതെ സ്മിതയ്ക്ക് ഒരു ദിവസം പോലും പൂർത്തിയാകുമായിരുന്നില്ല. ബിസിനസ് തിരക്കുകൾക്കിടയിലും അച്ഛൻ വേണുഗോപാലിന് ആശ്വാസം മകന്റെ ആ ചിരിയായിരുന്നു. അത്രമേൽ രണ്ടുപേരും അവരുടെ മകനെ സ്നേഹിച്ചിരുന്നു. ഒരു മകന് എത്രത്തോളം മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയുമോ അതിന്റെ ഇരട്ടി സ്നേഹം ശിവാനന്ദ് അവർക്ക് തിരിച്ചും നൽകിയിരുന്നു. മകന്റെ ഓരോ ചെറിയ നേട്ടത്തിലും ആ മാതാപിതാക്കൾ കണ്ടത് വലിയ സ്വപ്നങ്ങളാണ്. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ഒരു രാത്രി. ഡിസംബർ 29 ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ വേടന്റെ സംഗീത പരിപാടി കാണാനായി പോയതായിരുന്നു ശിവാനന്ദും സുഹൃത്തുക്കളും. എന്നാൽ ആ ശബ്ദ കോലാഹലങ്ങൾക്കും തിരക്കിനുമിടയിൽ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ഒരു തീവണ്ടിയുടെ രൂപത്തിലെത്തി ശിവാനന്ദനെ ആ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും വിധി പറിച്ചെടുത്തു കൊണ്ടുപോയി. ആ വീട്ടിലെ സർവ്വ സന്തോഷങ്ങളും അന്ന് പടിയിറങ്ങിയതാണ്. ശിവാനന്ദ് മാതാപിതാക്കളെ തനിച്ചാക്കി പോയതോടെ ആ വീട് ശോകമൂകമായി മാറി. അമ്മയെന്ന വിളി കേൾക്കാത്ത ആ വീട്ടിൽ സ്മിതയ്ക്ക് ഒന്നനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. മകനോടൊപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന ആ വീടിന്റെ ഹാളിൽ വേണുഗോപാലിന് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ അസാന്നിധ്യം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ശിവാനന്ദിന്റെ മരണശേഷം ബന്ധുക്കൾ രണ്ടുപേരെയും ആ വീട്ടിൽ തനിച്ച് കിടക്കാൻ അനുവദിച്ചിരുന്നില്ല. എന്നും ബന്ധുക്കളാരെങ്കിലും ഇവർക്ക് മാറി മാറി കൂട്ടിരിക്കുമായിരുന്നു. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന വേണുഗോപാലിനെ മകന്റെ മരണശേഷം പിന്നീട് ആരും പുറത്തു കണ്ടിട്ടില്ല. ഒടുവിൽ മകൻ മരിച്ച 74ാമത്തെ ദിവസമാണ് അവർ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് സ്മിതയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. പകരം വേണുവിന്റെ സഹോദരിയുടെ മകനാണ് ഇവിടേക്ക് എത്തിയത്. എന്നാൽ അന്ന് രാത്രി 9:30 അയാൾ മടങ്ങുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ വേണു മകന്റെ ചെറുപ്പം മുതലുള്ള ഫോട്ടോകളെല്ലാം ചേർത്ത് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് തയ്യാറാക്കി വെച്ചു. ശേഷം രണ്ടുപേരും ഒരുമിച്ച് മകന്റെ അടുത്തേക്ക് തന്നെ യാത്രയായി. പതിവായി വേണുവിനെ വിളിക്കാറുള്ള സുഹൃത്ത് വെള്ളിയാഴ്ച രാവിലെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും പ്രതികരണമുണ്ടായിരുന്നില്ല. തുടർന്ന് വീടിനടുത്ത് താമസിക്കുന്ന ചിലരെ വിവരമറിയിച്ച് ചെന്ന് നോക്കിയപ്പോൾ വീടിന്റെ മുൻവാതിലും അടുക്കളവാതിലും പൂട്ടിയ നിലയിലായിരുന്നു. സംശയം തോന്നി അടുക്കളവാതിൽ കുത്തി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. വീടിന്റെ സോഫയിൽ നിന്നും കുറിപ്പും കണ്ടെത്തി. ഇരുവരും വെവ്വേറെ കത്തെഴുതി വെച്ചാണ് ജീവനൊടുക്കിയത്. മകനില്ലാതെ തങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്നും മകനെ അടക്കം ചെയ്തതിന് സമീപം തന്നെ തങ്ങളെയും അടക്കം ചെയ്യണമെന്നുമാണ് കത്തിൽ എഴുതിയിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. മകനില്ലാതെ തങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്ന വിവരം അവർ പലരോടും പറഞ്ഞിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് ആ മാതാപിതാക്കൾ എത്തുമെന്ന് ആരും കരുതി കാണില്ല. അവസാനമായി ആ പിതാവ് പങ്കുവച്ച വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെ അവർക്ക് മകനോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. മരണത്തിൽ പോലും അവർക്ക് മകനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം പോലെ മകനെ അടക്കം ചെയ്തതിന് സമീപത്തായി രണ്ടുപേർക്കും അന്ത്യനിദ്ര ഒരുക്കുകയും ചെയ്തു.